നമസ്കാരം. കേരളമാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അതായത് സിനിമയിലെ സ്ത്രീകൾ നൽകിയ പരാതികളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനു വേണ്ട നടപടികൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ലഭിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അടങ്ങിയ ഒരു വലിയ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതായത് ആലോചിച്ച് നോക്കണം, ഈ കമ്മിറ്റി റിപ്പോർട്ട് ഏകദേശം വർഷങ്ങളായി പൊടി പിടിച്ച് ഒരു മൂലക്കിരിക്കുകയായിരുന്നു. ഇതിൻ്റെ പുറത്ത് കേസുകൾ പോയിരുന്നു. ഈ കേസിനും ശേഷമാണ് ഒടുവിൽ ഹൈക്കോടതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോഴും പല നടിമാർക്കും പ്രശ്നമുണ്ടായിരുന്നു. ഞങ്ങളുടെ മൊഴി പുറത്തേക്ക് വരുമ്പോൾ രഞ്ജിനി അടക്കമുള്ളവർ അങ്ങനെ ഒരു ആശങ്ക അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അവരൊരു ഹർജി കൊടുക്കുകയും ചെയ്തു. മൊഴി പറഞ്ഞിരിക്കുന്നവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് പ്രത്യേകം ഒരു ഹർജി കൊടുത്തിരുന്നു. പക്ഷേ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല, ഞാൻ കൊടുത്ത മൊഴി എന്താണെന്ന് എനിക്കറിയണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രയറുകൾ വെച്ചിട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരുന്നതെങ്കിലും ഹൈക്കോടതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിട്ടേ പറ്റൂ എന്നുള്ള നിലപാട് കോടതി എടുത്തത്. അങ്ങനെ കോടതി ഇടപെട്ടിട്ടാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസമെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഒരു സ്ത്രീക്ക് ഒട്ടും ഗുണകരമല്ലാത്ത, ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു ഇടമാണ്, ഒരു തൊഴിലിടമാണ് മലയാള സിനിമ. ഒന്നോർത്ത് നോക്കുക. നമുക്ക് നിരവധിയായ തൊഴിൽ മേഖലകളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അതിലെ ഏറ്റവും കലാമൂല്യമുള്ള, ഏറ്റവും അധികം കലാകാരന്മാർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ. നമുക്കറിയാം, അന്തർദേശീയ തലത്തിൽ പോലും മലയാള സിനിമയിലെ പല ചിത്രങ്ങളും അറിയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നടന്മാരെ പലരെയും അവർ അഭിനയിക്കുന്ന സെറ്റിൽ പോയി ജെയിംസ് കാമറൂൺ അടക്കമുള്ള വലിയ ഹോളിവുഡ് സംവിധായകർ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുമുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അന്തർദേശീയ തലത്തിൽ പോലും ഏറ്റവും അധികം ആളുകൾ കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തുന്ന കലാമൂല്യമുള്ള ചിത്രങ്ങളുടെ പിറവി എടുത്തിട്ടുള്ളത് ഈ പറയുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പുഴുക്കുത്തുകളും അഴുക്കുചാലും ഉള്ളത് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലാണ് എന്നുള്ള കാര്യം വളരെ വേദനയോടുകൂടി കഴിഞ്ഞ ദിവസത്തെ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരം, ഈ അക്കമിട്ടുള്ള വിവരം ഹേമ കമ്മീഷനിലുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും അവരുടെ പേര് വിവരങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഇതിനാ നിരോധിക്കപ്പെട്ട 70 പേജുകളാണുള്ളത്. അതായത് പുറത്തു വിടാത്ത, പബ്ലിക്കിലേക്ക് എത്തിക്കാത്ത 70 പേജുകൾ. ഈ ബാക്കി അത്രയും പേജുകൾ പുറത്ത് വിട്ടപ്പോൾ ഇത്രയും കോലാഹലം നമ്മുടെ സംസ്ഥാനത്തുണ്ടായെങ്കിൽ ഈ 70 പേജുകൾ കൂടി പുറത്തു വിട്ടാൽ പലരുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീഴും. ഒരു സിനിമയിൽ പറയുന്ന പോലെ ഈ മഹാന്മാരെ അടുത്തറിഞ്ഞാൽ മനസ്സിലെ വിഗ്രഹങ്ങൾ വീണുടയും എന്നാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ഈ 70 പേജൂടെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ മഹാന്മാരായിട്ടും വലിയ കലാകാരന്മാരായിട്ടും കൊണ്ടു നടക്കുന്ന പല താരങ്ങളുടെയും പ്രസക്തി അതോടുകൂടി അവസാനിക്കും. നമ്മൾ അവരെ തെരുവിൽ കല്ലെറിയും, അവരുടെ പോസ്റ്ററിന് മുകളിൽ ചാണകം വാരിത്തേക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ 70 പേജ് അവർ മറച്ചു പിടിച്ചിരിക്കുന്നത്. പൊതുമധ്യത്തിൽ നിന്ന് ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്കും സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. കാര്യം അവരുടെ കയ്യിലേക്ക് ഇതിൻ്റെ പബ്ലിഷ് ചെയ്യാത്ത അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള പല വിവരങ്ങളും എത്തിയിട്ടുണ്ടാവും. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിൽ ഒരു ചോദ്യം ഒരു നടിയോട്, ഒരു ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി എത്തിയ നടിയോടും നടനോടും ഒരു ചോദ്യം ഒരു അവതാരക ചോദിക്കുകയുണ്ടായി. പലപ്പോഴും കിടന്നു കൊടുത്തിട്ടാണോ നിങ്ങൾക്ക് സിനിമയിൽ അവസരം ലഭിച്ചത് എന്നായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിന് പക്ഷേ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും മോശപ്പെട്ട ഒരു കാര്യം കേട്ടതുപോലെ ആ നടി പ്രതികരിക്കുകയും ആ അവതാരകയോട് ക്ഷോഭിച്ച് അവിടെ നിന്ന് നടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അഷ്കർ അലി എന്ന് പറയുന്ന നടനായിരുന്നു, അവർ രണ്ടുപേരും ക്ഷോഭിച്ച് അവിടെ നിന്ന് ആ ഇൻ്റർവ്യൂ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നതാണ്. സത്യത്തിൽ ഇപ്പോൾ ചിന്തിക്കുന്നു ആ ചോദ്യം വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമായിരുന്നു എന്ന്. പല വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്ന് ആ ചോദ്യം ചോദിച്ച അവതാരകയെ നിരവധി തവണ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിമർശിക്കുകയുണ്ടായി. അത്തരം ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുക, സിനിമയിൽ അവസരം വേണമെങ്കിൽ, സിനിമയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ തുടങ്ങി അങ്ങ് സൂപ്പർ താരങ്ങളും നിർമ്മാതാക്കളും വരെയുള്ളവരുടെ മുന്നിൽ സ്വയം ഒരു കാഴ്ചവസ്തുവായി മാറേണ്ട ഒരവസ്ഥയിലാണ് നമ്മളുടെ ഇന്നത്തെ സ്ത്രീ യുവത്വം എന്ന് പറഞ്ഞാൽ. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ദാരുണമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മലയാള സിനിമ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പ്രഭാളികളിൽ നമ്മൾ കാണുന്ന ഈ ലൈം ലൈറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു വെളിമ്പ്രദേശം മലയാള സിനിമയ്ക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇത്രത്തോളം ഭീകരമായിരുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ മലയാള സിനിമയിലെ താരങ്ങൾ എന്ന് നമുക്ക് തോന്നിപ്പോകും. അവർക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ആ ഒരു ചിന്താഗതിക്ക് ആദ്യത്തെ വെള്ളിടി വെട്ടിയത് സത്യത്തിൽ നമുക്കറിയാവുന്ന പോലെ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. സ്വയം ഒപ്പം അഭിനയിച്ചിരുന്ന ഒരു നടിയെ ഗുണ്ടകളെ ഉപയോഗിച്ച് അവരെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, അവരെ ശാരീരികമായി കയ്യേറ്റം ചെയ്തു, ഉപദ്രവിച്ച് നാശക്കോട്ടയാക്കി മാറ്റിയിരുന്നു ആ ദിലീപ് എന്ന് പറയുന്ന നടൻ. അതിനൊരു കേസ് ഇപ്പോൾ നിലനിന്ന് പോരുകയാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ, മലയാള സിനിമ എന്ന് പറയുന്ന ഇത്രയും നമ്മൾ വളരെ കാര്യമായി എത്രയോ കലാകാരന്മാർ ജനിച്ചു വളർന്ന ഒരു മണ്ണാണ് നമ്മുടെ കേരളം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ മലയാള സിനിമയിൽ എത്രയോ പ്രഗത്ഭമതികളായ കലാകാരന്മാരുണ്ടായിരുന്നു, എത്ര മാന്യന്മാരായ കലാകാരന്മാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പ്രേം നസീറിനെ പോലുള്ള ജെന്റിൽമാൻമാരുണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. പ്രേം നസീർ സ്വന്തം സഹോദരിമാരോട് പെരുമാറുന്ന പോലെയാണ് ഓരോ സെറ്റിലെയും നായികമാരോടാണെങ്കിലും അവിടുത്തെ സഹപ്രവർത്തകരോടായാലും പെരുമാറുന്നത്. ഒരു പക്ഷാഭേദവുമില്ലാതെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ആഹാരം എത്തിച്ചു കൊടുത്തത് പ്രേം നസീറിൻ്റെ കാലഘട്ടത്തിലാണ്. അത്ര മാന്യന്മാരായ ചലച്ചിത്രകാരന്മാരുണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി. അവിടെ നിന്നൊക്കെ മാറി, അവിടെ നിന്നെല്ലാം മാറിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാണാം ഒരു നടൻ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു നടൻ. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ഓരോ തവണ ഓരോ ഇൻ്റർവ്യൂവിലും അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ നമ്മൾ കണ്ടിട്ട് അദ്ദേഹം കഞ്ചാവാണെന്നും MDMA ആണെന്നും പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്ന ഒരു രീതി കണ്ടിട്ട് സത്യത്തിൽ ഞെട്ടലുണ്ടായി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രവർത്തിക്കേണ്ടത്? ലഹരിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ലഹരി ഇത് പാടില്ല എന്ന് പറയുന്നതിന് പകരം ലഹരി നിങ്ങൾ ഉപയോഗിക്കുന്ന സിഗരറ്റും മദ്യവും ലഹരി അല്ലേ എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഒരു ഇതുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു ചോദിക്കുകയാണ്. അപ്പം മദ്യത്തിനും സിഗരറ്റിനും അവിടെ പെർമിഷൻ കൊടുക്കാമെങ്കിൽ തീർച്ചയായും സിനിമാ സെറ്റുകളിൽ ഈ പറയുന്നത് പോലെ ലഹരി MDMA നിരോധിത അല്ലെങ്കിൽ വീര്യം കൂടിയ മയക്കുമരുന്നുകൾ അവിടെ കൊടുക്കാം, അവിടെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു പഞ്ചിങ് ഡയലോഗാണ് അദ്ദേഹം അവിടെ വെച്ച് കാച്ചുന്നത്. നിങ്ങൾ ജയിലിൽ കിടന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജയിലിൽ കിടന്ന് എന്തിനാന്ന് പറയടാ എന്ന് പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ആ നടൻ അടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മലയാള സിനിമയിലെ നടന്മാർ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരോട് ഒരു ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ പെരുമാറുന്ന രീതിയാണിത്. ഈ ലെവലിൽ വരെ നമ്മുടെ സിനിമ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലെല്ലാം നമ്മൾ കാണുന്നതാണ്. മലയാള സിനിമ അധപ്പതിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ സ്ക്രീനിൽ കാണുന്നതിനപ്പുറം ആ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ വേണ്ടി കുറേ എണ്ണം കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് കുറേ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണെന്നായി. ഒരു കാലം ജോൺ അബ്രഹാമിനെ പോലുള്ള വലിയ വലിയ കലാകാരന്മാരെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് സിനിമ ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് നമുക്കറിയാം. ഒഡേസ മൂവീസ് എന്ന് പറയുന്ന ഒരു സിനിമാ കമ്പനി ഉണ്ടാക്കി നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് ആ പണം ഉപയോഗിച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കലാകാരന്മാരുടെ, സിനിമയെ ജീവന തുല്യം സ്നേഹിച്ചവരുടെ നാടാണ്. ഇതാണ് സിനിമ എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്ന ഇത്രയും വലിയ ദുരന്തങ്ങൾ നടന്നത്. ഒരു സ്ത്രീക്ക് ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാതെ അഭിനയിപ്പിക്കുക. താനൊന്ന് അടുത്തിടപഴകി കഴിഞ്ഞാൽ ഒരു ഇൻറ്റിമേറ്റ് സീനാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അഭിനയമല്ല ഇത് ജീവിതമാണ് എന്ന് ആ നടൻ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയോട് എനിക്ക് എന്തും കാണിക്കാം എന്ന് പറയുന്ന ഒരു ധൈര്യം ഈ നടൻ എവിടെ നിന്ന് ലഭിക്കുന്നു? എന്നിട്ട് തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാതിരുന്നാൽ ആ കുട്ടീനെ കൊണ്ട് ഭയങ്കരമായി ടോർച്ചർ ചെയ്യുകയാണ്. 10ഉം 17ഉം തവണ റീടേക്കുകൾ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വൈരാഗ്യവും ഈ പറയുന്ന പോലെ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറലും ഒക്കെ നടക്കുന്ന ഒരു മേഖലയാണ് സിനിമ. ഒന്ന് ആലോചിക്കുക. നിങ്ങളൊരു കലാകാരനാണ്, ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു നടൻ കലാകാരനാണ്. ആ കലാകാരനിടയ്ക്ക് അഭിനയിക്കാൻ വരുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഉപഭോഗ വസ്തു അല്ല എന്ന തിരിച്ചറിവുണ്ടാകണം നമ്മുടെ നടന്മാർക്ക്, അല്ലെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്. അവർ കലാകാരികളാണ്, അവർക്ക് അതിനുള്ളൊരു മാന്യത കൊടുക്കേണ്ടതുണ്ട്. ആ മാന്യത നിങ്ങൾ കൊടുക്കുന്നില്ല. അതിനുള്ള ഉദാഹരണമാണ് സത്യത്തിൽ ഈ കാണുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഒരു അഭിനയിക്കാൻ വരുന്നത് ഒരു സ്ത്രീക്ക് അതൊരു കലാകാരിയാണ് എന്നുള്ള ഒരു ബോധം സഹപ്രവർത്തകർക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ ഒരു രാത്രിയിൽ ഒരു നടിയെ രാത്രികാലം മുഴുവനിട്ട് പീഡിപ്പിച്ചത്, വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം കൊള്ളരുതായ്മകൾ മറയ്ക്കാൻ വേണ്ടി ഒരു നടിയെ രാത്രിയിൽ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട്, പൾസർ സുനി അടക്കമുള്ള ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് പീഡിപ്പിക്കുക.
എന്നിട്ട് ആ ആൾ ഇപ്പോഴും മാന്യനായി നടക്കുക, സിനിമയിൽ അഭിനയിക്കുക. ആ നടിയുടെ ഭാവി തന്നെ തകർത്ത് കളഞ്ഞില്ലേ നിങ്ങളൊക്കെ? ഇതിനെ ചോദ്യം ചെയ്യാൻ വരുന്നവരുടെ വായടപ്പിക്കുക, അവർക്ക് സിനിമയിൽ അവസരങ്ങൾ ഇല്ലാതെയാക്കുക. നിങ്ങൾക്കറിയാമല്ലോ, 12 വർഷമാണ് വിനയൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ സിനിമ എടുക്കാതെ അദ്ദേഹത്തെ വിലക്കി മാറ്റി നിർത്തിയിരുന്നത്. തിലകൻ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനെ, മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് തിലകൻ. ആ തിലകൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ സിനിമയിൽ നിന്ന് ആട്ടിയകറ്റി, കണ്ടുപോകരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ അധികം കാരണങ്ങൾ നിരത്തി. അദ്ദേഹത്തിന് ബൈപ്പാസ് സർജറി കഴിഞ്ഞാണ്, അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങൾ പലതും അതിന് യോജിക്കാത്തതാണ്, അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നൊരു വശം തളർന്നു പോയതാണ്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ആ മഹാനായ കലാകാരനെ മലയാള സിനിമാ ലോകം മാറ്റി നിർത്തിയിരുന്നത് അല്ലേ? അങ്ങനെ എന്തൊക്കെ കുടിലതകളാണ് ചെയ്തത്? എത്ര പേരുടെ ഭാവി കൊണ്ട് കളഞ്ഞു, എത്ര നടന്മാരെ ഫീൽഡ് ഔട്ട് ആക്കി. ഒരു നടൻ അഭിനയിക്കാൻ വേണ്ടി സീരിയലിൽ പോയപ്പോൾ സിനിമയിലോ വിലക്കി. എങ്ങനെങ്കിലും ജീവിക്കണമല്ലോ, ആകെ അറിയാവുന്ന അഭിനയമാണ്. എങ്ങനെയെങ്കിലും അഭിനയിച്ച് ജീവിക്കാൻ വേണ്ടി അദ്ദേഹം സീരിയലിലേക്ക് എത്തി. അപ്പോൾ സീരിയലിലേക്ക് എത്തിയപ്പോൾ എന്താ ചെയ്തത്? അവിടെയും കഴുത്തിന് പിടിച്ചു. ആത്മ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ഇടപെട്ടിട്ട്, സീരിയൽ ആർട്ടിസ്റ്റുകളുടെ സംഘടനയാണ് ആത്മയുമായി ഇടപെട്ടിട്ട് അദ്ദേഹത്തെ സീരിയലിൽ നിന്നും പിടിച്ച് പുറത്താക്കി കളഞ്ഞു. ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, തൊഴിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കുതുകാൽവെട്ടിൻ്റെയും ഇനത്തിൽ കുത്തിൻ്റെയും എല്ലാം ഒരു ആകത്തുകയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ എനിക്കതിൽ ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റും, ഇത് ഒരു വലിയ കടലിൻ്റെ വെറും ഒരു തിര മാത്രമാണെന്നാണ്. ഒരു കടലിൽ നിന്നും വിശാലമായ കടലിൽ നിന്നും അടിച്ച ഒരൊറ്റ തിര മാത്രമാണ് ഇത്. അതിനൊക്കെ അപ്പുറം എത്രയോ കേസുകൾ നടക്കുന്നുണ്ട്. അവസരങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ കളയേണ്ടവർ, ഈ പറയുന്ന പോലെ അമ്മമാര്, കുട്ടികളുമായി ചെല്ലുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാരെല്ലാം പ്രശ്നക്കാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ നിരന്തരം ഉപയോഗിക്കുക. പക്ഷെ ഇവർക്കാർക്കും കേസിന് പോകാൻ പറ്റുന്നില്ല. കാര്യം എന്താ? മുന്നിൽ നിൽക്കുന്നവരെല്ലാം വലിയ തലമുതിർന്ന ആൾക്കാരാണ്. സമൂഹത്തിൽ പണമുള്ളവർ, പിടിപാടുള്ളവർ, സ്വാധീനമുള്ളവർ, എവിടെ ചെന്നാലും സല്യൂട്ട് മേടിക്കാൻ യോഗ്യതയുള്ളവർ, അർഹതയുള്ളവർ. അതുകൊണ്ട് അവരെയൊക്കെ ഇവർക്ക് ഈ സാധാരണക്കാരായ പെണ്ണുങ്ങൾക്ക് പേടിയാണ്. സൂപ്പർ താരങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പം നമുക്കറിയാം, ഒരുപാട് മുൻനിര നടിമാരുണ്ട്. അവർക്കൊക്കെ കാരവാനുകളുടെ സൗകര്യം ഉണ്ടാകും, കിട്ടുന്ന പ്രതിഫലത്തിന് വലിപ്പം ഉണ്ടാകും. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ തുണി മാറുന്നതിനാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്നതിനും അവർക്ക് സൗകര്യങ്ങളുണ്ട്. അവർക്ക് കാര്യം അവർ വലിയ വലിയ നടിമാരാണല്ലോ. ഒരു സാധാരണപ്പെട്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹീറോയിനോ അല്ലെങ്കിൽ ആ നടൻ്റെ ആ പെങ്ങളുകുട്ടിയായിട്ട് വേഷം ഇടുന്ന പെണ്ണിനാണെങ്കിൽ പോലും ഒന്ന് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം പോലും സിനിമ സെറ്റിൽ ഇല്ല എന്നുള്ളതാണ്. വെള്ളം പോലും കുടിക്കാൻ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് സത്യത്തിൽ അത് വായിക്കുമ്പോൾ ഞെട്ടലുണ്ടാകുക. ഞാൻ ഈ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ്. അങ്ങനെ സ്വന്തം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ എത്രയോ നടിമാരുണ്ട്. മറ്റൊരു നടിയുണ്ട്. ആ നടി ഈ WCC രൂപീകരിക്കാൻ വേണ്ടിയെല്ലാം നിന്നു ഇവിടെ. കാരണം എന്താ? ഒരാളോടുള്ള വ്യക്തിവിരോധം. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആ നടനോടുള്ള വ്യക്തിവിരോധം, ആ വിരോധം ഒന്നുകൊണ്ട് മാത്രം ആ WCC രൂപീകരിക്കാൻ വേണ്ടി ഒപ്പം നിന്നു. എന്നിട്ട് ഒടുവിൽ പതുക്കെ പിന്നോട്ട് കാൽ ചവിട്ടി. ഇപ്പോൾ സ്ക്രീനിലേ ഇല്ല എന്ന് വെച്ചാൽ WCC എന്ന് പറയുന്ന അതുമായി യാതൊരു ബന്ധവുമില്ല, യാതൊരു അടുപ്പവുമില്ല. കാരണം എന്താണ്? ആ നടിക്ക് അതിനുശേഷം നിരവധിയായ അഭിനയ സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത്. നിരവധി സിനിമകൾ, സൂപ്പർ താരങ്ങളോടൊപ്പം വരെ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. സിനിമകൾ, ഇഷ്ടം പോലെ സിനിമകൾ. സമയക്കുറവ് മൂലം ചില സിനിമകൾ ചെയ്തില്ല എന്ന് പോലും ആ നടി പറയേണ്ടി വന്നു. അതിൽ ദുഃഖമുണ്ട് അത്രേ. അപ്പോൾ അങ്ങനെ ആ നടി പതുക്കെ മാറി നിന്നു. പക്ഷെ അന്ന് ഒരു വലിയ ആർജവം ഉണ്ടായിരുന്നു. ആ നടനോട് തോന്നിയ ഒരു വ്യക്തിവിരോധം, അത് പക്ഷേ അതായിരിക്കാം WCCയിലൊപ്പം നിന്നത്. പിന്നീട് അവസരങ്ങൾ നഷ്ടപ്പെടും എന്നൊരു തോന്നലുണ്ടായതോടുകൂടിയാണ് വീണ്ടും അതിൽ നിന്ന് പതുക്കെ ചവിട്ടി അവസരങ്ങൾ കിട്ടുന്നുണ്ട്. വലിയ പേരെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ നടി. പക്ഷെ ബാക്കിയുള്ള നടികളുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരു മുഖ്യധാരാ സിനിമകളിൽ പോലും അഭിനയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നടികളെല്ലാം പോയില്ലേ? എത്രയോ നടിമാർ സിനിമാ ലോകത്ത് നിന്ന് തന്നെ പിന്തള്ളപ്പെട്ടു കഴിഞ്ഞു. അതായത് ഈ സിനിമ സത്യത്തിൽ ആൺകോയ്മയുടെ ഒരു കലയായി മാറിക്കഴിഞ്ഞു. മലയാള സിനിമ ഒരു ആൺകോയ്മയുടെ കലയാണ്. അവിടെ ഈ പറയുന്ന പോലെ പവർ ഗ്രൂപ്പുകളാണുള്ളത്. ആ പവറിനെതിരെ ആർക്കും സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ ഫീൽഡ് ഔട്ടാണ്. നിങ്ങൾക്ക് പിന്നെ സിനിമയിൽ സാധ്യതയില്ല. നിങ്ങൾ ചിലപ്പോൾ വലിയ അഭിനേതാവായിരിക്കും, നിങ്ങളൊരു പക്ഷേ ദേശീയ പുരസ്കാരം നേടിയ അഭിനേതാവായിരിക്കും. പക്ഷെ ആ പവർ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ പുറത്താണ്. ഈ സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് എത്ര കാലങ്ങൾ കൊണ്ട് ഇവിടെ അന്വേഷണം നടക്കുന്നുണ്ട്.
ഈ അന്വേഷണം നടത്തി സിനിമാ സെറ്റുകളിൽ ലഹരി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അത് മദ്യോ സിഗരറ്റോ ഒന്നുമില്ല, ഷൈൻ ടോം ചാക്ക പറഞ്ഞ പോലെ. അല്ലാതെ നമ്മുടെ പുതിയ തലമുറ മയക്കുമരുന്നുകൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പച്ചയ യാഥാർത്ഥ്യമാണ്. അത് പല കമ്മിറ്റികളും പുറത്ത് വിട്ടിട്ടുമുണ്ട് അന്വേഷണം നടത്തിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഇവിടെ എന്ത് മാറ്റമുണ്ടായി? ഇപ്പോഴും ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പലരും അഭിനയിക്കുന്നത്. പല നടന്മാരും അതിൻ്റെ ഉദാഹരണമല്ലേ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്ക കാണിച്ചത്. പുള്ളി പറയുന്നത് എന്താണെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. ഞാൻ പീഡിപ്പിക്കപ്പെട്ട യുവതിയോടൊപ്പം നിൽക്കും, പീഡിപ്പിച്ച ആളിനോടൊപ്പം നിൽക്കും, ആരോപണ വിധേയനായ ആളിനോടൊപ്പം. എനിക്ക് സത്യം അറിയത്തില്ലല്ലോ എന്നുള്ളതാണ്. ഇവിടെ തൻ്റെ ഇടമുള്ള നടന്മാരുണ്ടായിരുന്നു. അവരന്ന് ആ നടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ നടിക്കൊപ്പം നിൽക്കുകയാണ് അവർ ചെയ്തത്. അങ്ങനെ തൻ്റെ ഇടവും നട്ടെല്ലും കാണിക്കാൻ ഉള്ള ശീലമുണ്ടാണ്. നമുക്കറിയാം ആസിഫ് അലി ഇപ്പോഴും ആ നിലപാടിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. നടൻ പൃഥ്വിരാജ് ആ ഒരു നിലപാടിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ പൃഥ്വിരാജിനൊന്നും തൊടാൻ പറ്റില്ല, അത് വേറൊരു കാര്യം അല്ലേ. അപ്പോൾ ഈ തരത്തിൽ മലയാള സിനിമ എന്ന് പറയുന്നതിനെ ഒരു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മേഖലയാക്കി സത്യത്തിൽ അമ്മ സംഘടന പോലുള്ള സംഘടനകൾ നിന്നു. ഇപ്പോഴും സിദ്ദിഖ് പറയുന്നത് ഞങ്ങൾ പഠിക്കട്ടെ, ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കട്ടെ എന്നാണ്. റിപ്പോർട്ട് പഠിക്കണം, പഠിച്ചിട്ട് ചങ്കൂറ്റം ഉണ്ടോ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ? അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഒരു സിനിമാ സെറ്റിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പ് വരുത്താൻ, നടപ്പിലാക്കാൻ തൻ്റെ ഇടമുണ്ടോ സിദ്ദിഖിന്? അമ്മയുടെ തലപ്പത്തിരിക്കുകയല്ലേ, തൻ്റെ ഇടമുണ്ടോ? അങ്ങനെ തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ നടപ്പിലാക്കി കാണിക്കണം. കാര്യം മലയാള സിനിമ ഇന്നോ നിങ്ങളിൽ അവസാനിക്കുന്നതല്ല. ഈ പറയുന്ന ഇപ്പം ഈ സിനിമയെ വെച്ച് കൈയിൽ വെച്ച് പന്താടിക്കൊണ്ടിരിക്കുന്നവരിൽ അവസാനിക്കുന്നതല്ല മലയാള സിനിമ. അവർ തുടങ്ങിയതുമല്ല. ഈ സിനിമയ്ക്കൊരു വലിയ ചരിത്രമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പട്ടിണി കിടന്ന് വരെ സിനിമ ഉണ്ടാക്കിയവരുടെ നാടാണ് കേരളം. അവിടെ നിന്ന് ഇന്ന് ഈ കാണുന്ന ഒരു പ്രഭയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മാത്രം അധ്വാനിച്ചതല്ല, ഒരു വലിയ തലമുറയുടെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് സിനിമ. സ്വന്തമായി നിർമ്മിച്ച പുറത്തിറക്കിയ സിനിമയൊന്നും കാണാൻ കഴിയാത്ത JC ഡാനിയലിനെ പോലുള്ളവരുടെ നാടാണ് കേരളം. അപ്പോൾ സിനിമയ്ക്കൊരു വലിയ ചരിത്രമുണ്ട്. അതിനുശേഷം ഇനി ഒരു വലിയ ചരിത്രത്തിലേക്ക് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ അവസാനിക്കുന്ന അല്ല സിനിമ, മലയാള സിനിമ. അതുകൊണ്ട് ഈ മലയാള സിനിമാ രംഗത്തെ സംശുദ്ധീകരിക്കേണ്ടതിൻ്റെ ചുമതല ഇപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ചുമതലക്കാർക്കാണ്. അത് വേണ്ടപ്പെട്ട സർക്കാരുകൾക്കും ഈ സിനിമാ മേഖലയെ ഉണർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ സാംസ്കാരിക വകുപ്പിനും അതിൻ്റെതായ കടമ നിർവഹിക്കേണ്ടതുണ്ട്.